ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന അതിജീവിതത്തിനെ കുറിച്ചാണ്. അതിജീവിത എന്നുള്ളൊരു വാക്ക് കേൾക്കുന്നതിന് മുമ്പ് ഞാൻ കേട്ടുകൊണ്ടിരുന്ന വാക്ക് ഇര എന്നൊരു വാക്കാണ്. ഇര അതായത് ബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടി. അതായത് ഈ പെൺകുട്ടിക്ക് താല്പര്യമില്ലായിരുന്നു, പക്ഷേ ബലാത്കാരം കൊണ്ട് സംഗമത്തിന് ഇരയായ ഒരു പെൺകുട്ടി. ഓക്കെ, അപ്പം അതുപോട്ടെ. അപ്പം ഞാൻ ഈ പെൺകുട്ടിയെ, അതായത് ഈ നടി അല്ലെങ്കിൽ ഈ കേസിന് ഇരയാക്കപ്പെട്ട പെൺകുട്ടി അതിജീവിത. അപ്പോൾ ഈ അതിജീവിതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവർ തീർച്ചയായിട്ടും ഈ ഒരു ആത്മഹത്യ ചെയ്യാതിരുന്നത് നന്നായി കേട്ടോ. കാരണം ഏതൊരു പെണ്ണിൻ്റെ ജീവിതത്തിലും നമ്മൾ ഒരു വസ്ത്രം മാറുവാണെങ്കിൽ, സ്ത്രീകൾ മാത്രമുള്ള സ്ഥലമാണെങ്കിൽ പോലും നമ്മൾ ഡോർ അടച്ചിട്ടിരുന്ന് ആരും കാണില്ല എന്ന് ഉറപ്പാകുമ്പോൾ മാത്രമാണ് വസ്ത്രം മാറത്തുള്ളൂ. ഇപ്പം നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോലെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരഭാഗങ്ങൾ മറ്റാളും കാണുന്നത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കുഞ്ഞുനാളുകളിൽ പെൺകുട്ടികൾ എന്താ പറയുന്നത്, സെക്ഷൽ അബ്യൂസിന് ഇരയാവുമ്പം അവർക്ക് അറിയില്ലാത്ത കാര്യമായിരിക്കും, പക്ഷെ അവർ വലുതാകുമ്പോൾ അതിനെക്കുറിച്ച് അറിയും. ആ ഒരു ഇമോഷണൽ ട്രോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ലോങ് നമ്മളത് ഹണ്ട് ചെയ്യും. കാരണം ഏതൊരു സ്ത്രീക്കും അവരുടെ അഭിമാനം വളരെ വലുതാണ്. അങ്ങനെ ഹണ്ട് ചെയ്ത് മരണം വരെ ഹണ്ട് ചെയ്യുന്നവരുണ്ടാവും. ആ പ്രതികാരം മനസ്സിൽ കൊണ്ടെടുക്കും, പക്ഷെ ആരോടും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു കേസിലേക്ക് വന്നു കഴിയുമ്പോഴും അതിജീവിത എന്ന് പറയുമ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അവൾ അതിജീവനം ചെയ്തവളാണ്. ഞാൻ വിചാരിക്കുവാണ്, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വസ്ത്രം മാറുന്നത് മറ്റാരും കാണുന്നത് നമുക്ക് ഇഷ്ടമല്ല. അപ്പം തൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം തന്നെ ജോലി സ്ഥലത്ത് പോയി തൃശ്ശൂരിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പം 4 തടിമാടന്മാരായിട്ടുള്ള ആണുങ്ങൾ കയറുവാണ്. അപ്പോൾ അതിൽ ഈ ഡ്രൈവറിനെ ഈ പെൺകുട്ടിക്ക് അറിയാം. അതുകൂടാതെ അതായത് മറ്റേ ഈ പൾസർ സുനി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ അറിയാമെന്ന് ഈ പെൺകുട്ടി പറയുന്നു. കാരണം മുമ്പ് ലൊക്കേഷനിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർ കയറി ഇവരുടെ വസ്ത്രമൊക്കെ വലിച്ചു ഊരാണ്. ഒരു പെണ്ണിന് സഹിക്കാൻ വയ്യാത്തൊരു കാര്യം, വസ്ത്രം വലിച്ചു ഊരാണ്, ഇന്നേഴ്സ് വലിച്ചു ഊരുവാണ്. എന്നിട്ട് ഈ പെൺകുട്ടി ജീവന് തുല്യം സ്നേഹിച്ച് എൻഗേജ്മെന്റ് ചെയ്ത വിവാഹമോതിരം പൊക്കി പിടിക്കാൻ പറയാണ്. അതും കൊണ്ട് അതായത് സംഗമിക്കുന്നതായിട്ടുള്ള വീഡിയോ ഇവർക്ക് എടുക്കണം. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ അതിലും കൂടുതൽ കാശ് തരാം, നിങ്ങൾ എന്നെ വിട്. അപ്പോൾ അത് പറ്റത്തില്ല. കാരണം കൊട്ടേഷൻ കൊടുത്തവരെ ചതിക്കാൻ പറ്റുമല്ലോ. കാരണം കൊട്ടേഷൻ കൊടുത്തവനൊരു ചിന്തയുണ്ടാവും, ഈ പെൺകുട്ടി നശിച്ച് കാണണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിക്കണം എത്ര ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം 2 മണിക്കൂർ ഒരു SUV കാറിൻ്റെ ഉള്ളിൽ വെച്ച് 3-4-5 അവന്മാർ കൂടി വലിച്ച് കീറുക, ഡ്രസ്സൊക്കെ വലിച്ച് കീറുക, അവളുടെ ഇന്നേഴ്സൊക്കെ വലിച്ച് കീറുക, എന്നിട്ട് എക്സ്പോസ് ചെയ്യണം. ഇവന്മാർക്ക് ഇഷ്ടമുള്ള പോലെ എക്സ്പോസ് ചെയ്യണം. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും ഒരാണ് നമ്മൾ എത്ര ശക്തരാണെന്ന് കരുതിയാലും എത്ര സ്ട്രോങ് ആണെന്ന് കരുതിയാലും ഒരു സ്ത്രീയെ ഒരുത്തൻ കൈ പിടിച്ച് തിരിച്ചവരെ നമുക്ക് അവരുടെ ഉള്ളിൽ നിന്ന് ഊരിപ്പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവർ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആണ്, പക്ഷെ ഫിസിക്കലി നമ്മളൊരാണ് വളരെ ബലത്തിന് ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മുടെ ശരീരത്തിന് ഒരു ഉപദ്രവം ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മൾ മെൻ്റലി വീക്കായി പോകുമ്പോൾ നമുക്ക് അവനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഈ പെൺകുട്ടി ഒരുത്തിനെ പോലും റെസിസ്റ്റ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരു പാവം പെണ്ണിൻ്റെ മേൽ 3-4-5 അവന്മാരെ വലിച്ച് കീറി വീഡിയോ എടുത്ത് ആസ്വദിക്കുക. അത് 10 മിനിറ്റ് അല്ല, 20 മിനിറ്റ് അല്ല, 50 മിനിറ്റ് അല്ല, 1 മണിക്കൂറല്ല, 2 മണിക്കൂർ. അപ്പോൾ വണ്ടി നല്ല സ്പീഡിന് ഓടുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ മാർട്ടിൻ്റെ അഡ്വക്കേറ്റ് അഭിഭാഷകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മാർട്ടിൻ ഡയറക്റ്റായിട്ട് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടില്ല, ശരിയാ, അവൻ ഫ്രണ്ട് സീറ്റിലായിരുന്നേന്ന്. റിയർ വ്യൂ ക്യാമറ ഈ വണ്ടിക്കൊന്നും ഇല്ലല്ലോ, പ്രത്യേകിച്ച് SUV വണ്ടിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവൻ കണ്ടിട്ടുണ്ടാവത്തില്ല. ഇവൻ കണ്ടിട്ടില്ല, ആസ്വദിച്ചിട്ടില്ല. ഇവൻ പുണ്യാളനാണ്, നാളെ തന്നെ ഒരു കൂട് പണിയണം. പിന്നെ ഇവർ വാദിക്കുന്നൊരു കാര്യമുണ്ട്, കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, പെൺകുട്ടികളുണ്ട്, വയ്യാത്ത അമ്മമാരുണ്ട്. അപ്പോൾ ഇവരുടെ കാര്യത്തിലേക്കൊക്കെ വന്നപ്പോൾ ഇവർക്ക് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇവർക്ക് വാല്യൂ അറിയാം. അതായത് ഭാര്യയുണ്ട്, ഭാര്യ പെണ്ണാണ്, മക്കളുണ്ട്, മക്കളെ വളർത്തണം, അമ്മയുണ്ട്, അമ്മയെ നോക്കണം. അതിജീവിതയ്ക്ക് ഇതൊന്നുമില്ല. അതെന്തായിരിക്കും അങ്ങനെ ആയിപ്പോയി ഞാൻ ചിന്തിക്കാം. അതിജീവിതയ്ക്ക് ഇതൊന്നുമില്ല, അതിജീവിതയ്ക്ക് അഭിമാനമില്ല. കാരണം ഇപ്പം ഈ മാർട്ടിൻ്റെ അഭിഭാഷകൻ പറയുന്നു ഫ്രണ്ട് സീറ്റിലിരിക്കുവാന്ന്. ഈ മാർട്ടിൻ്റെ ഭാര്യേനെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഫ്രണ്ട് സീറ്റിലിരുന്ന റിയർ വ്യൂ ക്യാമറയൊക്കെ കണ്ട് ഇത് ആസ്വദിക്കില്ല. കാരണം എന്താ, അവനവൻ്റെ ബന്ധങ്ങൾക്ക് എപ്പോഴും വിലയുണ്ട്, അല്ലേ? അപ്പം മറ്റുള്ളവരുടെ ബന്ധങ്ങൾക്ക് വിലയില്ല. അതിന് നമുക്ക് ആസ്വദിക്കാം, പക്ഷെ നമ്മൾ നേരിട്ട് സ്പർശിച്ചിട്ടില്ലാത്തതിൻ്റെ പേരിൽ ശിക്ഷിക്കരുത്. കണ്ണുകൊണ്ട് കാണിച്ചതും എൻകറേജ് ചെയ്യുന്നതും പിന്നെ വണ്ടി ഓടിക്കാനുള്ള റൂട്ട് പറഞ്ഞു കൊടുക്കുന്നതൊന്നും തെറ്റല്ല. അങ്ങനെ ചെയ്തു ഫ്രണ്ടിലിരിക്കുന്ന ഒരാൾക്കടെ ഒരു ഉദ്ദേശം ജോലി അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊന്നും തെറ്റല്ല. പക്ഷെ സ്പർശിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് ബലാത്സംഗമല്ല, അത് കണ്ടിട്ടില്ല, അതിനെ തെറ്റ് ഇതായിട്ടുമില്ല. അതാണ് അഭിഭാഷകൻ്റെ ഇത്. അപ്പം പിന്നെ കുറേ പ്രതികൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആ ഒരു ഉത്തരവാദിത്തമുണ്ട്, ഈ ഒരു ഉത്തരവാദിത്തമുണ്ട്. പാവ ഈ പെണ്ണിന് ഇതൊന്നും ഇല്ലായിരുന്നു, പെണ്ണിന് അഭിമാനമേ ഇല്ലായിരുന്നു. ഓക്കെ, എന്നും പിച്ച് ചീന്താം, വലിച്ച് ചീന്താം, അവളുടെ ഡ്രസ്സൊക്കെ വലിച്ച് മാറ്റാം, ഫോട്ടോ എടുക്കാം, അത് കണ്ട് ആസ്വദിക്കാം, അതിനൊന്നും യാതൊരു തെറ്റുമില്ല. അപ്പോൾ ഇവന്മാർക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടണം. നല്ല ശിക്ഷ എന്ന് പറഞ്ഞാൽ നല്ല ശിക്ഷ തന്നെ കിട്ടണം. പിന്നെ ഈ പെൺകുട്ടി ഇനി അപ്പീലിന് പോകും. കാരണം എന്തുകൊണ്ടാണ്, ഈ പെൺകുട്ടി ഇതിൻ്റെ പുറകിലൊരു ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന ഇല്ലാതിരിക്കുമോ? കാരണം എന്താ, ഇപ്പം ഈ പൾസർ സുനി എന്ന് പറയുന്ന ഇവന് പല സ്ഥലത്തും ഇതുണ്ട്. അപ്പോൾ ഇവന് പെട്ടെന്നൊരു ലൈംഗിക ആസക്തി തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും കാശ് കൊടുത്ത് ശരീരം വെക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്, ഇവർക്ക് കിട്ടത്തില്ല. ഈ ഇടയില്ലാത്ത SUV വണ്ടി കിടന്ന് ഈ പെണ്ണെ ആക്രമിച്ചൊരു സുഖം ഇവന് കിട്ടേണ്ട കാര്യമില്ലല്ലോ.
അപ്പോൾ തീർച്ചയായിട്ടും ആരോ പറഞ്ഞ് ഏൽപ്പിച്ചേക്കാണ് എനിക്ക് ആ വീഡിയോ വേണം, എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ വേണം. അപ്പം അതിൻ്റെ പുറകിലൊരു ആസൂത്രകനുണ്ട്. അതായത് ഇതെല്ലാം ആസൂത്രണവും ചെയ്ത് മിണ്ടാതിരിക്കുന്ന ഒരുത്തനുണ്ട്. അപ്പോൾ അവനെ കണ്ടുപിടിക്കണം. അവൻ ആരാന്ന് അറിയത്തില്ല. അപ്പോൾ ഈ പെൺകുട്ടി വിശ്വസിക്കുന്നു ഇന്നൊരാളാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കേരള പോലീസ് അങ്ങനെ വിശ്വസിച്ച ഒരാളെ കുറേ കാലം ജയിലിലിടുന്നു. ഇപ്പം നമ്മൾ വിചാരിക്കും തെളിവില്ല. അപ്പം ഈ കേരള പോലീസ് മന്ദബുദ്ധികളാണോ? അവർ തെളിവില്ലാതെ പെട്ടെന്ന് ഒരാളെ പിടിച്ചിടുമോ? നമുക്കത് അറിയത്തില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ കോടതി പറയുന്നു എന്താ പറയുന്നത്, അത് ഇന്ന ഒരാളല്ല എന്ന് പറയുന്നു. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഈ പാരമണിയ എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ ഒരാളോട് പറയും അവൾ കൊള്ളില്ല, അവൾ കൊള്ളില്ല. ഈവൻ കുടുംബജീവിതത്തിൽ പോലെ അതുണ്ട്, അവൾ കൊള്ളില്ല, അവൾ മോശക്കാരിയാണ്, അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്. അപ്പോൾ ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് എന്ത് തോന്നും? മറ്റുള്ളവരോട് ദേഷ്യം തോന്നും. അപ്പോൾ എങ്ങനെയെങ്കിലും തുരുത്തണം, എങ്ങനെയെങ്കിലും പണി കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ്, ഈ പണി കിട്ടുന്നവനും അറിയാം, പണി കൊടുത്തവനും അറിയാം ആരാണ് പണിതെന്നുള്ളൊരു കാര്യം. അങ്ങനെ ഈ പെൺകുട്ടി വിശ്വസിക്കുന്നുണ്ടാവും. അതിൽ തെറ്റുണ്ടോ? പിന്നെ ഇപ്പോൾ ഈ ജില്ലാ സെക്ഷൻ കോടതി വിധി പറഞ്ഞു, അതിൽ സംതൃപ്തിയല്ല. ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു ഇന്ത്യൻ പൗരയാണ്, അവൾക്ക് മുമ്പോട്ട് പോകാം. അവൾക്ക് മുമ്പോട്ട് പോയി അവൾ ഉറച്ച് വിശ്വസിക്കുന്ന, അതായത് അവൾക്കറിയാം എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു കൊട്ടേഷൻ കിട്ടിയത്. അതിന് മുമ്പ് ത്രെട്ട് ഉണ്ടാവാം, അതിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഇതുമായിട്ട് ചേർന്ന് പോകുന്ന ഒരുപാട് കാര്യങ്ങൾ അവൾക്കറിയാം, അവളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് അവൾക്കറിയാം. ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇവൾക്കറിയാം ഇന്ന വ്യക്തി എന്നോട് തെറ്റ് ചെയ്തു, ഇന്ന വ്യക്തിയാണ് ഇത് എന്താ പറയുന്നത് ഇതൊന്ന് ഫ്രെയിം ചെയ്തത്. അപ്പോൾ ആ വ്യക്തി ശിക്ഷിക്കപ്പെടണമെന്ന് ഈ പെൺകുട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവൾക്ക് മുമ്പോട്ട് പോകാം. ഒരു പക്ഷേ ഈ പെൺകുട്ടി മരണം വരെ പോരാടും. ഇനി ഹൈക്കോടതിയിൽ പോയിട്ട് അവിടുന്ന് കിട്ടില്ല, ഒരു പക്ഷേ പെൺകുട്ടി സുപ്രീം കോടതിയിൽ പോകും. എങ്കിൽ പോലും ഈ പെൺകുട്ടിയുടെ മരണം വരെ, കാരണം എത്ര വർഷമായി, 7 വർഷമായിട്ട് ഒരാൾ പൊരുതുവാണ്. പിന്നെ നമ്മുടെ ഒരു പ്രശ്നം, നമ്മുടെ ഈ ഒരു ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബലാത്സംഗത്തിന് പെട്ടാൽ മാത്രം പോരാ. അതായത് പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു, അതിന് ഇരയാക്കപ്പെട്ട മാത്രം പോരാ, തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ആ പെൺകുട്ടി തെളിയിക്കുകയും ചെയ്യണം. അതായത് കുറ്റം ചെയ്തവനേക്കാൾ കൂടുതൽ ഇരയ്ക്കാണ് റെസ്പോൺസിബിലിറ്റി. അതായത് എന്നെ അവൻ ബലാത്സംഗം ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി ഈ കോടതി മുറിയിൽ ഇങ്ങനെ കടിച്ചു കീറും, നിന്നെ എവിടെ തൊട്ടു, എപ്പോൾ തൊട്ടു, എങ്ങനെ ചെയ്തു, ഇതെല്ലാം നമ്മൾ പിന്നെ ഡെമോ കാണിക്കണം. അതൊക്കെ ഈ പെണ്ണിൻ്റെ എന്താ പറയുന്നത്, ഈ പെണ്ണിൻ്റെ ഉത്തരവാദിത്തമാണ്. അതായത് നമ്മൾ തെളിയിക്കണം. അതായത് നമ്മൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു, അത് എങ്ങനെയെന്ന് പറയണം. കുത്തി കീറുമ്പം കരഞ്ഞ് തളർന്ന് വീണാലും ശരി, നമ്മൾ ആ കീറല് മുറിവ് ഏറ്റുവാങ്ങി തകർന്ന് തരിപ്പണമായി, മെൻ്റലി നമ്മൾ തരിപ്പണമായിട്ട് നമ്മൾ പിന്നെയും തെളിയിക്കണം. പിന്നെയും തെളിവിന് വേണ്ടി പിന്നെയും കോടതി കയറണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ വലിയ ട്രോമാറ്റിക്കാണ്, വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഒരു 2 പെൺകുട്ടികളുടെ മാതാവ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ മക്കൾക്കും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 7 വർഷം കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വളർന്നു വരുന്നത് ഇപ്പം ഈ ഒരു വിധിന്യായത്തെക്കുറിച്ച് സൊസൈറ്റി മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം, വളരും തോറും നമുക്ക് ഈ നിയമത്തിലേക്ക് ഒരു വിശ്വാസം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിലാണ്. എല്ലാവരും പറയുന്നു കോടതിയാണ് അന്തിമ വിധി, അതിനെ മാനിക്കണം, അതിനെ മാനിക്കുന്നു. എങ്കിൽ പോലും നമുക്ക് പല കേസുകൾ എടുത്തു നോക്കുമ്പോൾ, സൂര്യനെല്ലി കേസ്, വാളയാർ കേസ്, അങ്ങനെയൊക്കെയുള്ള കേസുകൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് തന്നെ ഓക്കെ ഇതൊക്കെ സത്യമാണോ തെറ്റാണോ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും. അതൊക്കെ നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് തോന്നിപ്പോകുന്നതാണ്. ഒരു പക്ഷേ മാധ്യമങ്ങൾ നമ്മളെ തറപ്പിച്ച് മനസ്സിൽ തറപ്പിച്ച് തരും, ഇന്നയാളാണ് പ്രതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രതിക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മനസ്സ് അയ്യോ അത് ശിക്ഷ കിട്ടിയില്ലോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പക്ഷേ ഇരയാക്കപ്പെട്ട ആൾക്കും ചെയ്ത ആൾക്കും അറിയാം ഇതാരാണ്, ഇതെന്താണ്, ഇതെങ്ങനെയാണ് ചെയ്തതെന്ന്. എനിവേ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടട്ടെ. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, ഇവന്മാർ ഈ 2 മണിക്കൂർ ഈ റോട്ടിൽ കൂടെ ഇട്ട് ഓടിച്ച് ഈ പെൺകുട്ടിയെ നശിപ്പിച്ച്, ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ട് ഒരു ഭിക്ഷ പോലെ അവർക്ക് ജീവൻ തിരിച്ചു കൊടുത്തു. നീ ഭിക്ഷയായിട്ട് എടുത്തോ, നിന്റെ ജീവൻ എടുത്തോ. അപ്പം എന്ത് വിചാരിച്ചു, ഈ പെൺകുട്ടി ആരോടൊന്നും പറയില്ല എന്ന് വിചാരിച്ചു. അതായത് പെണ്ണിൻ്റെ മാനമല്ലേ. പക്ഷെ ആ ഭിക്ഷ കൊടുത്ത ആ ജീവിതമാണ് ചില വൻമരങ്ങളൊക്കെ താഴെ വീഴാനുള്ള കാരണം. ഇവന്മാർ ഇത്രയും വർഷമായിട്ട് ജയിലിൽ കിടക്കാനുള്ള കാരണം ഇപ്പം സ്വന്തം അമ്മയ്ക്കും പെമ്മക്കും ഭാര്യയ്ക്കും വേണ്ടി കേഴുകയാണ്. ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് ചെയ്തതല്ല എന്ന് ആ ഒരു ഭിക്ഷ, ഇവർ കൊടുത്തൊരു ഭിക്ഷ, അത് ആ പെണ്ണിന് എന്താ പറയുന്നത് അവരുടെ ജീവിതത്തിൽ വലിയൊരു കാര്യമായിട്ട് മാറി. ഞാൻ എന്നും അത് ജീവിതയ്ക്ക് ഒപ്പമാണ്. കാരണം ഇത് ചെയ്യിപ്പിച്ചവനോ ചെയ്തവനെ ഓർത്തല്ല, ആ പെൺകുട്ടി അനുഭവിച്ച ക്രൂരമായിട്ടുള്ള 2 മണിക്കൂർ ഒരുത്തൻ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്, എല്ലാവരും ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരാണ്, എല്ലാവർക്കും ലൈംഗിക ബന്ധം എന്താണെന്ന്, സെക്സ് എന്താണെന്ന് എല്ലാവരും അറിയാവുന്നവരാണ്. അപ്പം ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുമ്പം നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരുത്തൻ നമ്മളെ വലിച്ചു കീറുമ്പം, നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ, തൊടുമ്പം, അതൊരു ഇച്ചിരി ഇല്ലാത്തൊരു ഇടുക്ക് സ്പേസിൽ വെച്ച് നമ്മൾ ഒരുപാട് ആക്രമിക്കുമ്പം
അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിലപ്പുറമാണ്. നമുക്ക് ഒരിക്കലും ഒരു പെണ്ണെന്നുള്ള രീതിയിൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പം ശിക്ഷ കിട്ടട്ടെ, നല്ല ശിക്ഷ എല്ലാവർക്കും കിട്ടട്ടെ, സമൂഹം പഠിക്കട്ടെ. അതായത് പെണ്ണിനെയും മിണ്ടാതിരിക്കില്ല, അവൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അവൾ ഉറക്കെ പറയും. ആ ഉറക്കെ പറയുമ്പം ചെയ്യുന്നവന് നാണംകേടാണ്, മാനംകേടാണ്. അവന് ഈ ജയിലിൽ കിടക്കുന്നതിനേക്കാളും വലിയ ശിക്ഷയാണെങ്കിൽ 10 പേര് അറിയുക എന്നുള്ളത്. ഒരു പെണ്ണിനെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് അത് ക്രെഡിറ്റ് അല്ല, അത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരാജയമാണ്. അത് കണ്ട് ആസ്വദിക്കുന്നതും വലിയ പരാജയമാണ്. എല്ലാവരും തിരിച്ചറിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.